അപ്പോൾ തമ്മിലൊക്കെ കണ്ടിട്ട് നിങ്ങൾ എന്താണ് ഈ എളുപ്പവിദ്യ എന്ന് അറിയുന്നതിന് വേണ്ടിയിട്ടാണ് നിങ്ങളെല്ലാവരും വന്നതെന്ന് എനിക്കറിയാം. അപ്പം നമ്മൾ ഇതിന് വേണ്ടിയിട്ട് എളുപ്പവിദ്യയൊന്നുമില്ല, നമ്മൾ തന്നെ പരിശ്രമിച്ചെങ്കിൽ മാത്രമേ നമുക്ക് നമ്മുടെ പറമ്പിലെ പുല്ലൊക്കെ പറിച്ച് മാറ്റാനായിട്ട് സാധിക്കുകയുള്ളൂ. അപ്പം നമ്മൾ ഇടവിള കൃഷിയൊക്കെ ചെയ്തു, അതിന് നല്ല വേനൽ മഴയൊക്കെ കിട്ടി. അപ്പം അതിനിടയ്ക്ക് നമ്മുടെ കൃഷി വളരുന്നതിനേക്കാൾ മുമ്പേ തന്നെ പറമ്പിൽ മൊത്തം പുല്ല് വളർന്ന് കിടക്കുകയാണ്. അപ്പം നിങ്ങൾ വിചാരിക്കും നമ്മുടെ അയ്യത്ത് ഇവിടെ പുല്ലൊന്നും വളരത്തില്ല എന്നായിരിക്കാം, പക്ഷേ അതൊന്നും അല്ല. ഇവിടെ നല്ല വളക്കൂറുള്ള മണ്ണൊക്കെ ആയതുകൊണ്ട് വളരെ പെട്ടെന്ന് തന്നെ നമ്മുടെ പറമ്പിൽ പുല്ലൊക്കെ വളർന്ന് കയറിയിട്ടുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ നമ്മളും പുല്ല് പറിക്കണം, അതിനൊപ്പം നമ്മളെയും കൊണ്ട് പറ്റത്തില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ആരെങ്കിലും നിർത്തി നമ്മൾ പറിപ്പിക്കേണ്ടി വരും അല്ലേ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ 2 ബംഗാളികളെ നിർത്തിയിട്ടുണ്ട്. നമുക്ക് ആ ബംഗാളികളെ ഒന്ന് കണ്ടിട്ട് വരാം. എന്താ അപ്പോൾ അവർക്ക് നമ്മൾ പൈസയൊന്നും കൊടുക്കേണ്ട, അവർക്ക് ഭക്ഷണം മാത്രം കൊടുത്താൽ മതി. നമ്മുടെ വീട്ടിൽ വയ്ക്കുന്ന എന്തെങ്കിലും ഭക്ഷണം നമ്മൾ കൊടുത്താൽ മാത്രം മതി. പിന്നെ നമ്മൾ ഇടയ്ക്ക് അവരൊന്ന് ശ്രദ്ധിക്കുക, അവർ ഉഴപ്പുന്നുണ്ടോ എന്നൊക്കെ നമ്മൾ ശ്രദ്ധിച്ചാൽ മാത്രം മതി. അപ്പോൾ നമുക്ക് അവരെ ഒന്ന് കണ്ടിട്ട് വരാം, എന്താ അവർ ജോലി ചെയ്യുന്നുണ്ടോ ഇല്ലയോ ഒന്ന് നോക്കിയിട്ട് വരാം. ഹലോ ഭയ്യാ. अरे मैम साहब इतने पैसे में इतना ही होगा. ഓഹോ, ഇതാണ് നമ്മുടെ ബംഗാളി പയ്യൻ. എനിക്കറിയാം നിങ്ങൾ ഒരു ബംഗാളിയെ കാത്തിരിക്കുകയായിരുന്നു. അതാണ്ട് ഇത് കണ്ടില്ലേ, വന്ന് വീട്ടിലെ എല്ലാ പണി ഞങ്ങളെ കൊണ്ടാക്കി. പോച്ച പറിപ്പും ഇപ്പൊ തുടങ്ങിയിട്ടുണ്ട്. ഇതൊക്കെ എവിടെ ചെന്ന് അവസാനിക്കുമോ എന്തോ. കൂട്ടില് ബ്രൂണോയും ഉണ്ട്. ഇവിടെ കാവൽ നിർത്തിയേക്കോ, ഞാൻ പറിക്കുന്നുണ്ടോ ഇല്ലയോ നോക്കാൻ വേണ്ടി. ഇപ്പം നിങ്ങൾക്ക് മനസ്സിലായില്ലേ, നമ്മുടെ വീട്ടിലുള്ള എല്ലാവരും കൂടെ ഒത്തൊരുമിച്ച് പണി ചെയ്യുക, അതാണ് ഏറ്റവും നല്ലത്. നമ്മളെ ജോലിക്കാരെ നിർത്തുന്നതിനേക്കാളൊക്കെ എത്രയോ നല്ലതാണ്. ഇപ്പോൾ ഈ കൊറോണ സമയത്തൊക്കെ നമ്മൾ വെറുതെ അവിടെ എവിടെയും ചുറ്റിക്കറങ്ങി നടക്കാതെ വീട്ടിനകത്ത് നമ്മുടെ വീടും പരിസരവും ഒക്കെ വൃത്തിയാക്കി ഇടുക. ഈ പറമ്പിലൊക്കെ കിളിച്ച് വരുന്ന പുല്ലൊക്കെ പറിച്ച് മാറ്റുക. അങ്ങനെ കൊതുക് വരുവാതെ വെള്ളമോ പ്ലാസ്റ്റിക്കോ ഒക്കെ കിടപ്പുണ്ടെന്നുണ്ടെങ്കിൽ അതൊക്കെ നല്ല വൃത്തിയാക്കി ഇടുക. അതൊക്കെ ചെയ്താൽ നല്ലതല്ലേ. ഹലോ ലഡ്കി, हाँ मैम साहब क्या कर रहे? जल्दी जल्दी करो ना. बहुत मच्छर है इधर. नहीं कुछ नहीं, बहुत मच्छर है. ജൽദി കരോ ജൽദി കരോ. കണ്ടില്ലേ ഞങ്ങളുടെ അവസ്ഥ. ഇങ്ങനെയാണ് വേണ്ടത്. നമ്മുടെ മക്കളെ കൊണ്ട് നമ്മളിങ്ങനെ ഓരോ ജോലികളൊക്കെ ചെയ്യിപ്പിക്കുക. ഇപ്പോഴത്തെ തലമുറ എന്ന് വെച്ചാൽ അവർ അറിഞ്ഞും കേട്ടു എന്തായാലും ഒന്നും ചെയ്യത്തില്ല. പറഞ്ഞു ചെയ്യിപ്പിക്കും. നമ്മളെന്ത് വേണം, അവരെയും കൊണ്ട് നമ്മുടെ കൂടെ കൂട്ടി അവരെ ഓരോ ജോലികൾ ചെയ്യിക്കാനായിട്ട് ശീലിപ്പിക്കുക, അതാണ് വേണ്ടത്. എന്തൊരു ചൊണയല്ലേ മമ്മിക്ക് എല്ലാ ആൾക്കാരെ കൊണ്ട് പണി ചെയ്യിപ്പിക്കാൻ. പിന്നെ തീർച്ചയായിട്ടും നമ്മൾ മറ്റുള്ളവരെയും കൊണ്ടല്ലേ നമ്മൾ തന്നെ ചെയ്യാനായിട്ട് ശ്രമിക്കുക. അപ്പം മറ്റുള്ളവരെ ആശ്രയിക്കേണ്ട കാര്യമൊന്നുമില്ല. ഇപ്പം കൊറോണ ഒക്കെയാണ്, കൂടുതൽ ആൾക്കാരും നമുക്ക് നമ്മുടെ വീട്ടിലോട്ടൊന്നും കയറ്റാൻ പറ്റത്തില്ല ജോലിക്കായിട്ട്. അപ്പം നമ്മൾ ഈ ചേന ഇടയ്ക്കെല്ലാം കാട് പിടിച്ച് കിടക്കുക, കണ്ടില്ലേ. ഇപ്പം കാട്ടുകീട് കൊണ്ട് കാട്ടെള്ളുണ്ട്, ഇതൊക്കെ അങ്ങോട്ട് വളർന്നു കഴിഞ്ഞാൽ പിന്നെ ഒരു രക്ഷയില്ല. നമ്മുടെ ചേനയുടെയും നമ്മുടെ ഇടവളയുടെയൊക്കെ വളമെല്ലാം അവർ പിടിച്ചെടുക്കും. അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ അതെല്ലാം പറിച്ച് മാറ്റി കൊടുത്താൽ ജോലിക്ക് നിൽക്കുന്നവർ എന്ന് വെച്ചാൽ നമ്മളിനി വെട്ടിക്കൂട്ടാനൊക്കെ നമ്മൾ ഒരാളിനെ നിർത്തിയേ പറ്റത്തുള്ളൂ. അപ്പോൾ അവർക്ക് ജോലി ഈസി ആവണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ പുല്ലൊക്കെ പറിച്ച് മാറ്റണം. അല്ലെങ്കിൽ അവരെന്ത് ചെയ്യുമെന്ന് അറിയാമോ, അവരും ട്രിക്കൊക്കെ കാണിക്കും. ഈ പോച്ചയൊക്കെ ഈ മണ്ണിനടിക്കാക്കിയിട്ട് അവരങ്ങ് പോകും അല്ലേ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഈ പോച്ചയൊക്കെ പറിച്ച് മാറ്റി കൊടുത്തിട്ട് അടുത്ത ദിവസം നമ്മളൊരു ജോലിക്കാരനെ ഇതിനായിട്ട് വിളിച്ചിട്ടുണ്ട്. അപ്പം നമുക്കതെല്ലാം ആ കൂട്ടത്തിലങ്ങ് ഇരുന്നേ. അപ്പം ഞാനും വരണല്ലേ. നോക്കട്ടെ, മമ്മി അല്ലേ ചെയ്ത് കാണിക്കട്ടെ എങ്ങനെയാന്ന് ഒന്ന് കാണിച്ചു കൊടുത്തേ. അപ്പം ഞാൻ ചെയ്താലേ പണി അങ്ങോട്ട് ഉഷാറാവത്തോളെന്ന് അവർ പറയുന്നത്. അവർ കണ്ടുപിടിച്ചിരിക്കത്തേ ഉള്ളൂ കേട്ടോ. അപ്പം അതിൻ്റെ വേരൊന്നും അവിടെ വെച്ചേക്കരുതേ. വരുന്നേ ആ കൊച്ചു കൈക്കുന്താലി എടുത്തോണ്ട് വന്നിരുന്നെങ്കിൽ എളുപ്പമായി. ഇപ്പം അതിൻ്റെ വേരൊന്നും അവിടെ നിൽക്കത്തില്ല. നിങ്ങൾ ചെയ്, ഞാൻ വൃത്തിക്ക് വീഡിയോ എടുക്കാം. വേണ്ട വേണ്ട വേണ്ട, മക്കളോട് താത്ത് വെച്ചിട്ട് വന്നേ. അരമണിക്കൂർ കൊണ്ട് ഇത്രയും ഒരു തുണ്ട് തീർക്കണം കേട്ടാ. ഓടിവാ ഓടിവാ. ബ്രൂണോനെ വിളി, ബ്രൂണോനെ ബ്രൂണോ നോക്കി പഠിക്കുന്നുണ്ട്. നമ്മൾ പറിക്കുന്നിടം നല്ല വൃത്തിയായിരിക്കണം കാണാനായിട്ട്. ഇതിൻ്റെ കുറ്റി അവിടെ നിർത്താൻ പാടില്ല. കുറ്റി നിർത്തിയിരുന്നാൽ വീണ്ടും വീണ്ടും ഇത് കിളിർത്ത് വരും. അപ്പോൾ അത് മൂടോടുകൂടി പറിച്ച് മാറ്റി കളയണം. പച്ച പെട്ടെന്ന് ഏതായാലും പെട്ടെന്ന് ചോറ് തിന്നാം. അല്ലെങ്കിൽ ഇത് ചോറ് കാണത്തില്ല മിക്കവാറും. അതെ, അത് കറക്റ്റാണ് കേട്ടോ. എളുപ്പമായാന്നുണ്ടെങ്കിൽ നേരത്തെ പറഞ്ഞത് കൂലിയൊന്നും ഇല്ല. അതെ, പണ്ടത്തെ ബാട്ടർ സിസ്റ്റം മാത്രമാണ്. അത് നോക്കട്ടെ, അതും നോക്കട്ടെ. അതിനൊരു ഉറപ്പില്ല. ഇത് ബ്രൂണോ ഇനി പഠിക്കണോടാ. ബ്രൂണോ നോക്കിക്കാതെ പോയി പോച്ച പറിച്ചേ. വാ ബ്രൂണോ, അങ്ങ് കിടക്കുവാങ്ങ്. ബ്രൂണോ എഴുന്നേറ്റേ.
ബാ നമുക്ക് പോച്ച വിച്ചാൻ പാ. അയ്യടി മനം വെച്ച് ഞാനൊന്നും വിളിച്ചിട്ടില്ലെന്ന്. അങ്ങ് പോയേതോ പോച്ച വിച്ചാൻ പാ. ബ്രൂണോ ഒന്ന് സഹായിക്കടാ ബ്രൂണോ. ഒരു കൈ സഹായം താടാ ബ്രൂണോ. ഇവിടെ നമ്മൾ 52 മൂട് ചേനയാണ് നട്ടിരിക്കുന്നത്. ഇപ്പം ചേന ഏതാ പോച്ച ഏതാ ഒന്നും അറിയാൻ മേത്ത കണ്ടീഷനിൽ കിടക്കുക. കണ്ടില്ലേ, അപ്പം മാത്രം പുല്ല് വളർന്ന് ഇങ്ങനെ കിടക്കുക. അപ്പോൾ ഇനി നമ്മൾ ഓലയൊക്കെ എടുത്തിട്ടിരിക്കുമായിരുന്നു. ഓലയെല്ലാം എടുത്ത് മാറ്റിയതിന് ശേഷം നമ്മൾ ഈ പുല്ലുമൊക്കെ പറിച്ച് മാറ്റിയിട്ട് പിന്നെ അതിൻ്റെ മുകളിൽ നമ്മൾ ചാണകവും സൂപ്പർ മീൽ വളമൊക്കെ ഇട്ട് കൊടുത്തിട്ട് വേണം നമ്മൾ വെട്ടിയെടുപ്പിക്കാനായിട്ട്. പിന്നെ ജൈവ സ്ലറിയൊക്കെ നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതൊക്കെ ഒഴിച്ചു കൊടുക്കാം. നല്ല തഴപ്പോടുകൂടി നമ്മുടെ ചേനയൊക്കെ കിളിർത്ത് വരും. നല്ല ആരോഗ്യമുള്ള ചേനയൊക്കെ നമുക്ക് ഓണത്തിൻ്റെ സമയത്ത് വിളവെടുക്കാനായിട്ട് സാധിക്കുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് ഇത്രയും ഭാഗമെങ്കിലും ഒന്ന് വൃത്തിയാക്കണം. എല്ലാവരും 3 പേരും കൂടെ ഒന്ന് പരിശ്രമിക്കാമെന്ന് വിചാരിക്കുകയാണ്. അപ്പം നമുക്ക് ക്ലീൻ ചെയ്യാം നല്ല രീതിയിൽ. ഇതാണ് കാട്ടുകടുക്. കണ്ടോ, കാട്ടുകടുക് നിൽക്കുന്നത് നമ്മൾ സാധാ കടുക് നമ്മൾ നട്ട് കാണിച്ചിട്ടുണ്ടായിരുന്നല്ലോ, അതേ രൂപത്തിൽ തന്നെയാണ് ഇത് നിൽക്കുന്നത്. പക്ഷേ ഇതിൻ്റെ ഇല ചെറുതാണ്. കടുക് തണ്ട് ഇതുപോലെ തന്നെയാണ് കടുകും നമ്മൾ നട്ട് ഇരിക്കുന്നത്. അപ്പോൾ ഇത് നമ്മുടെ ഒറിജിനൽ കടുകാണെന്ന് ആരും കരുതരുത്. ഇത് കാട്ടുകടുകാണിത്. ഇത് കാട്ടെള്ള്. ഇത് ആടൊക്കെ തിന്നോളും കേട്ടോ. ഇതൊക്കെ ഇത് നിറയെ പിടിച്ച് നിൽക്കുക നമ്മുടെ അയ്യത്ത്. ഇത്രയും ഭാഗം നമ്മൾ വൃത്തിയാക്കി കഴിഞ്ഞു. ഇനിയും കിടക്കുകയാണ്. ഇനി നമുക്ക് വൃത്തിയാക്കാം. ഈ പുല്ലെല്ലാം നമ്മൾ പറിച്ചിട്ട് നമുക്ക് അധികം വേരൊക്കെ പിന്നെയും കിളിക്കുന്നതാണെന്നുണ്ടെങ്കിൽ അതിനെ നമ്മൾ മാറ്റണം. അല്ലാത്തതൊക്കെ നമുക്ക് ഈ ചേനയുടെ മൂട്ടിൽ തന്നെ ഇടാം. നല്ലൊരു പച്ചില വളമായിട്ടങ്ങ് മാറിക്കോളും. ഈ മുത്തങ്ങയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ വീണ്ടും നമ്മളിതിനകത്ത് പറിച്ച് ചേനയുടെ മൂട്ടിലിട്ടാൽ അവർ വീണ്ടും ഇനി വളർന്നു വരും. അതുകൊണ്ട് മുത്തങ്ങയൊക്കെ നമ്മൾ ഒഴിവാക്കുക. ബാക്കിയുള്ളതിനെയൊക്കെ നമ്മൾ ഈ ചേനയുടെ മൂട്ടിലൊക്കെ ഇട്ടിട്ട് അങ്ങ് വളവും ഇട്ട് മണ്ണും അടുപ്പിച്ചങ്ങ് ഇട്ടിരുന്നാൽ മതി. അപ്പോൾ അവിടെ പറഞ്ഞേ എളുപ്പമാവട്ടെ. പിന്നെ ചെന്നിട്ട് വേണം ചോറ് വെക്കാൻ. അപ്പം ചതിയായിരുന്നു. ഗോവിന്ദ അടുത്ത വർഷം വലിയ ചേന കഴിക്കാം. നല്ല വൃത്തിയാക്കി ഇട്ടിരുന്ന. ആരെവിടെ മണ്ണി കളിക്കുന്നേ? ബ്രൂണോ കോംപ്ലാൻ തിന്നതാ. ബ്രൂണോ കോംപ്ലാൻ തിന്നതാന്നോടാ? എന്ത് ഇത്? ബ്രൂണോ മോത് ഇത്രയും മണ്ണാക്കി വെച്ചേക്കുന്നത്. കൊച്ചു പിള്ളേർ കളിക്കുന്ന കരുതി. നോക്ക്, ഞാൻ കാണിച്ചു തരാം. ഇത് നോക്ക്, നിറച്ച് മണ്ണാക്കി വെച്ചേക്കുന്നു. വന്ന് കൊച്ചു പിള്ളേരെയൊക്കെ കഷ്ടം ഇപ്പോൾ. ചോക്ലേറ്റ് കട്ട് ചെയ്യുന്നതാ. ആന്നോടാ? ബുനോ ഉറങ്ങിച്ചോ ബുനോ ഉറങ്ങിച്ചോ. പാവോ ഉറങ്ങണ്ടായോ? പാവോ നമ്മുടെ ബംഗാളി കൊച്ചുങ്ങൾ കണ്ട പണി ഉഴപ്പൊന്നും കണ്ടില്ലേ? ബ്രൂണോയും കളിപ്പിച്ചോണ്ടിരിക്കുക. കൊച്ചുങ്ങളെ ചോറ് പോലും കിട്ടത്തില്ല നിങ്ങൾക്ക്. ഞാൻ നോക്കും വന്നിട്ട് എന്തോരം പണി ചെയ്തെന്നുള്ളത്. ഇനി കുറച്ച് ബ്രേക്ക് ടൈം ആയിട്ടോ. ഞങ്ങൾക്ക് ഇഷ്ടംപോലെ ബ്രേക്ക് ടൈം ഒക്കെ ബ്രേക്കേ നടക്കുന്നോളം തോന്നുന്നു കേട്ടോ. പുനോ അപ്പം രാവിലെ ഒരു അരമണിക്കൂർ, വൈകുന്നേരം ഒരു അരമണിക്കൂർ നമ്മുടെ പറമ്പിലൊന്നും മെനക്കെടാന്നുണ്ടെങ്കിലുണ്ടല്ലോ നമ്മുടെ പറമ്പൊക്കെ നല്ല പൂങ്കാവനം മാതിരി ആക്കി എടുക്കാനായിട്ട് സാധിക്കും. ആന്നോടി മരുന്നേ? ആണോ? അപ്പോൾ എന്ന് വൈകുന്നേരം ഇറങ്ങുക, രാവിലെ ഇറങ്ങുക. എന്താ പൂങ്കാവനാക്കുന്നവരെ ഞങ്ങളുടെ കാര്യത്തിൽ ഒരു തീരുമാനമായി. പിന്നെ ഭക്ഷണമൊക്കെ തരാം അത്യാവശ്യം. അയ്യോ, നമ്മുടെ പറമ്പിലോട്ട് നോക്കുമ്പോൾ ഒരു വൃത്തിയൊക്കെ വേണ്ടായോ? നല്ല രസമാണ് ഞാൻ ചെയ്യാൻ. കുറച്ച് കൊതുകടിയൊക്കെ കൊണ്ട് പോച്ചൊക്കെ എന്ന് പറഞ്ഞ കാര്യമൊക്കെ പറഞ്ഞിരുന്നു. കൊതുകടിയുടെ ഒക്കെ സുഖമൊക്കെ ഒന്ന് അറിയണ്ടായോ? മണ്ണിന്റെ സുഖം, കൊതുകിന്റെ കടിയുടെ സുഖമൊക്കെ ഒന്ന് അറിയണം. നല്ലതുപോലെ അറിയുന്നുണ്ട്. അതായത് ചൊറിയുന്നുണ്ടല്ലോ. അതാ ശീലമാകുമ്പോ എല്ലാം മാറിക്കൊള്ളും. ശീലമാക്കി തരാം ഇല്ലയോ? അതിനൊക്കെ ഞാൻ പിടിക്കല്ലേ. ബ്രൂണോ, നിനക്ക് പഠിക്കണ്ടേടാ. നീ ഇങ്ങനെ ഇരുന്നാ മതിയോ? നീ ഇവിടെ കള്ളം അടിച്ചിരിക്കുക. അതാ പോയി ഇങ്ങോടാ. നിങ്ങളൊക്കെ കള്ളം അടിക്കുമെന്ന് അവന് മനസ്സിലായി. മതി എഴുന്നേറ്റ്. ബ്രൂണോയുടെ പാട്ടിന് പോയി. അച്ഛൻ്റെ പണി ചെയ്തേ പോയെന്ന് പറഞ്ഞിട്ട് എന്നെ കളിപ്പിച്ചോണ്ടിരിക്കാതെ അമ്മ പറയുന്നത് ഞങ്ങൾ കേട്ടാ മതി. പോയി ചോറുണ്ടാക്കാൻ എല്ലാവർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും 8ന്റെ പണി തരും. ഇതുണ്ടോ, കുറച്ച് ബ്രൂണോ സഹായിക്കുന്നുണ്ട്. ഇരുന്ന് പോച്ച ഇല്ലുവാ വലിയ ബ്രൂണോ. നീ ചിന്നും മിന്നും പട്ടിണി ആവുമല്ലേ? പോയി കഴിഞ്ഞാ ശരിയാ. എടാ കുറച്ച് പോച്ച അവർക്ക് വെച്ചേക്കണേ. ആവട്ടെ അവനെ.
ഇപ്പോഴായി നീ വെയിലായി അങ്ങ്. ഇതുപോലൊരു അമ്മ ഉണ്ടെങ്കിൽ പിള്ളേരെ വെറുതെ ഇരുത്തത്തില്ല. ഇടയ്ക്ക് 8ന്റെ പണി ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ 8ന്റെ 12ന്റെ ഒക്കെ പണി വന്നോണ്ടിരിക്കും. എല്ലാ അമ്മമാരുടെയും ശ്രദ്ധയ്ക്ക് ഇതേപോലെ കൊച്ചുങ്ങളെയും കൊണ്ട് എന്തെങ്കിലുമൊക്കെ പണി ചെയ്യിപ്പിക്കണം കേട്ടോ, അല്ലെങ്കിൽ കൊഴിഞ്ഞു പോവേ. ഞങ്ങളിവിടെ കൊഴിഞ്ഞിരിക്കുക. എല്ലാവരും അറിഞ്ഞിരിക്കണം കേട്ടോ, ഓരോ ജോലിയുടെയും സുഖം എന്താണെന്ന് അറിഞ്ഞിരിക്കണം. അപ്പം ഗവൺമെൻറ് ഉദ്യോഗം മാത്രമല്ല, എങ്ങനെ നമ്മുടെ വീട്ടിലും പറമ്പിലും ഒക്കെ എങ്ങനെ ജോലികൾ ചെയ്യാമെന്നുള്ളത് ഇങ്ങനെയൊക്കെ ഒരു അവസരം ദൈവമായിട്ട് ഒരുക്കി തന്നെയാണ്. അപ്പോൾ അത് നമ്മുടെ മക്കളും എല്ലാവരും ഇത് അറിഞ്ഞിരിക്കണം, പഠിച്ചിരിക്കണം. അടുത്ത ലോക്ക്ഡൗൺ ആകുമ്പോഴത്തേക്ക് ഞങ്ങളൊരു തീരുമാനം ആവുന്ന ലക്ഷണമുണ്ട്. ഇപ്പോൾ അങ്ങോട്ടൊന്ന് തുടങ്ങിയൊരു ലക്ഷണം കണ്ടതേ ഉള്ളൂ. അപ്പോഴത്തേക്ക് ഞങ്ങൾക്ക് പണി കിട്ടി തുടങ്ങിയപ്പോഴേ. അപ്പോൾ ഇവന് എന്തായാലും ഒരാഴ്ച കിട്ടി, അത് നമുക്ക് എന്തായാലും മുതലാക്കണ്ടേ. മുതലാക്കാനൊക്കെ മമ്മിയെ കഴിഞ്ഞിട്ടേ ഉള്ളു. എളുപ്പെടുപ്പം അങ്ങ് പറിക്കുക. അന്നേരം ഓടി വാ. ചെയ്തോ ഞാൻ പുറകെ വരുന്നുണ്ട്. വരുന്നുണ്ട് കൊച്ചു കള്ളിയാനായിട്ടാ ജോലി ചെയ്യാനായിട്ട്. മേരനിപ്പോ ക്യാമറ ഞാൻ എന്തൊരു ഉത്സാഹമാണെന്നറിയാവോ. ചെയ്യണ്ടല്ലോ, പോച്ച പറിക്കണ്ടല്ലോ. ഞാൻ വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫി എടുക്കാം. സിംഹത്തിന്റെ വീഡിയോ എടുക്കുമായിരിക്കും. അപ്പം നമ്മുടെ പറമ്പിലുള്ള എല്ലാത്തിൻ്റെ ഇടയ്ക്ക് നിന്ന് ഇങ്ങനെ പോച്ച നമ്മൾ പറിച്ച് മാറ്റി അങ്ങ് കളയാൻ ശ്രമിക്കുക ഉണ്ടല്ലോ. ഇത് നമുക്ക് ആവശ്യമില്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഒന്നിൻ്റെ മൂട്ടിലിടാൻ ഇല്ലയെന്നുണ്ടെങ്കിൽ ഇത് പറിച്ച് ഉണക്കി കത്തിച്ചങ്ങ് കളഞ്ഞാലും മതി. കുറേ പുല്ലൊക്കെ നമ്മുടെ അയ്യത്തിൽ നിന്ന് അങ്ങ് ഉണങ്ങി അങ്ങ് പൊക്കോളുണ്ട്. ഇങ്ങനെ പറിച്ചിട്ട് ഒരു കാര്യമില്ല. അത് കണ്ടോ, ഇവനിങ്ങനെ പറിച്ചിട്ട് കൂലി കൊടുക്കണ്ട, ഉച്ചക്കത്തെ ചോറ് ക്യാൻസൽ. ഇതൊന്നും കൊടുക്കാൻ പറ്റത്തില്ല കേട്ടോ. എന്തോ ഇത് മമ്മി ചെത്തിയിടാൻ വേണ്ടി ഞാൻ വെയിറ്റ് ചെയ്യും. അങ്ങനെ എന്നാ ഞാൻ ഇപ്പം ചെത്തിത്തരാം, പറക്കിക്കോ. മതിയായല്ലോ. ഇനി എൻ്റെ വേരൊക്കെ അവിടെ നിന്നാൽ പിന്നെ ഇനി കിളിച്ച് വരും. നമ്മൾ ചെയ്തിട്ട് ഒരു കാര്യമില്ല. പറക്കിക്കോ, പെട്ടെന്നാവട്ടെ. ഇതൊക്കെ നല്ലത് എറണാകുളമായിരുന്നു അല്ലേടാ. എറണാകുളത്താണ് വെറുതെ കൊതുകടി മാത്രം കിട്ടാൻ മതിയായിരുന്നു. നമ്മുടെ പറമ്പിലോട്ട് നോക്കിയാൽ ഒരു എന്താ ഒരു രസം വേണം. ഇങ്ങനെ കാട് പിടിച്ച് കിടക്കുന്നതാണ്. അപ്പം നല്ലതുപോലെ വൃത്തിയായിട്ടുണ്ട്. ഇതുപോലെ പെട്ടെന്ന് ചെയ്തേ. ഇനി ഞാൻ എടുക്കാം കുറച്ച് നേരം. പെട്ടെന്നാവട്ടെ. മെറിനെ കൊണ്ട് പറ്റും. മെറിനെ എങ്ങനെയാ കാണിച്ചു തന്നെ കൊത്തി ഇങ്ങനെയായിരുന്നല്ലോ. ഇച്ചിരി അപ്പുറത്തോട്ട് കാണിച്ചോ. ഇച്ചിരി വേറിട്ട് നിൽക്കുവോ. എല്ലാം എന്നെ കൊണ്ട് കൊത്തിക്കാനായിട്ട് ഇരിക്കുന്നുണ്ടോ. അപ്പൊ അതിനേക്കാളും ഇച്ചിരി ഡിഫറെന്റ് ആകുമ്പോ ഒന്ന് കാണിച്ചാൽ എങ്ങനെയാ ചെയ്യുന്നത്. എന്തോ ഡിഫറെന്റിനകത്ത് അമ്മേരം വന്ന് പറക്കും. അത്രയും ഭാഗത്ത് മണ്ണിന്റെ കളർ വേറെ ആ പോച്ച ടെക്സ്ചർ എന്തോ പോലെ വ്യത്യാസമുണ്ട് അല്ലേ. അതെങ്ങനെ ഒന്ന് പിക്ചർ ഒന്ന് കാണിച്ചു തന്നെ. മാവണേ ഇരിക്കും. ഇനി അവൻ്റെ കൊടുക്ക. അങ്ങനെ എന്നെ ഇരുത്തി ഞാൻ കൊത്തി ഇട്ട് എളുപ്പം പറക്കാനോട്. എപ്പോഴും വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫി നല്ലതല്ലേ പറഞ്ഞു. ബാക്കിയുള്ളവർക്ക് അവസരം കൊടുക്കണം. വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫി വെറും പെട്ടെന്ന് തോന്നുന്നു. ഞാനിപ്പോ കൊരങ്ങനെ എടുത്തോണ്ടിരിക്കുക. എന്നെയാണ് എന്നെ മാത്രമാണ് എന്നെ തന്നെ. അമ്മേരും നല്ല വൃത്തിയായിട്ട് ചെയ്യുന്നുണ്ട് അമ്മീ. നല്ലോണം അറിയാം. മെറിനെ നിർത്തുന്നത് നല്ലത്. ഞാൻ പിന്നെയും കള്ളം അടിച്ച് നിൽക്കും. എല്ലാം ഇങ്ങോട്ട് വെച്ചോ. അയ്യോ ഇത്രയും വൃത്തിക്ക് പേര് ചെയ്യാൻ അറിയാം. ആഹാ വെരി ഗുഡ്. ഒന്നും നിർത്തല്ലേ. ഒരാൾ ചെമ്പരം പൂട്ടി ഇരിക്കുന്നുണ്ട. ഹലോ ബ്രൂണോ പോച്ച വരയ്ക്കാണോ. ബ്രൂണോ എന്തിനാ ബ്രൂണോ ഇത് കാലും കെട്ടിയിരിക്കുന്നുണ്ടോ. എങ്ങനെ നടത്തില്ല, അവന് ഇരിക്കാൻ സൗകര്യം കിട്ടുന്നില്ല. അതുകൊണ്ടോ ബ്രൂണോ എന്താ കാണാനാ വന്നേക്കുന്നേ. അല്ല ബ്രൂണോ കാലും കെട്ടിയിരിക്കുന്നത് ഊണ് ഇന്നെ ഇരിക്കുന്നോടാ. ബംഗാളികളെ പുല്ല് പറിക്കുന്നുണ്ടോ ഇല്ലേ നോക്കാൻ വന്നിരിക്കുക. ഒരു വാഴയിലെ കൂടെ വെട്ടിട്ട് കൊടുക്കായിരുന്നു. ഓഹോ എടാ ചോറിന് സമയമായോ. ചോറ് തിന്നാൻ സമയമായോ. ബ്രൂണോയ്ക്കൂടെ കുറച്ച് പുല്ലൊക്കെ പറിച്ചൂടെ. സൂപ്പർവൈസർ ആണോ. സൂപ്പർവൈസർ പറിച്ചാലോ പുല്ലൊക്കെ. പുല്ല് പറിക്കാം. അവൻ കളയ്ക്കാനാ നിങ്ങൾക്ക് റെഡിയാ. മാന്തി അവിടെ ഇരുന്നോ.
ബ്രൂണോയെ കണ്ടിട്ട് കൊതിയാവുന്നു. വെറുതെ ഇരുന്നാ മതിയല്ലോ നോക്കിക്കൊണ്ട്. കാറ്റ് കൊണ്ട് ഇരുന്നാ മതിയല്ലോ. ഏടാ ഗുണമായിട്ട് ജനിച്ചാൽ മതിയായിരുന്നില്ലേ? ബ്രൂണോ എന്നും രാവിലെയും വൈകുന്നേരവും വന്നിട്ട് നമുക്ക് ഒരു അരമണിക്കൂർ നേരം വീതം എടുത്തിട്ട് നമുക്ക് ഇവിടെ അങ്ങ് വൃത്തിയാക്കിയാലോ? പപ്പ ഉണ്ടായിരുന്നെങ്കിൽ പപ്പയും കൂടെ കൂടിയനായിരുന്നു അല്ലേ? പപ്പയ്ക്കും ഭയങ്കര ഇൻട്രസ്റ്റ് ആണ്. 4 പേരും കൂടെ ഇരുന്ന് ഇങ്ങനെ പണിയൊക്കെ ചെയ്യാൻ ഭയങ്കര ഇഷ്ടമായിരുന്നു. പക്ഷെങ്കിലും അച്ഛൻ അടുത്ത മാസം വരും. അപ്പോൾ നമുക്ക് ബാക്കി പപ്പയ്ക്ക് വേണ്ടിയിട്ട് ഇട്ടേക്കാം. എന്താ, എല്ലാവർക്കും ഉണ്ട് പണി, ആരെയും വെറുതെ വിടത്തില്ല. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. തീർച്ചയായിട്ടും നിങ്ങളും ഇതേപോലെ പറമ്പുകളൊക്കെ ഒന്ന് വൃത്തിയാക്കാനായിട്ട് ശ്രമിക്കുക. നമ്മുടെ വീട്ടിലുള്ളവരെല്ലാവരും കൂടെ ചേർന്ന് ഒത്തൊരുമയോടെ പണി ചെയ്താൽ നമ്മുടെ വീട്ടിൽ ദാരിദ്ര്യവും കാണത്തില്ല, ആരോഗ്യവും കാണും. അപ്പം നിങ്ങൾ തീർച്ചയായിട്ടും ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്യുക. എന്തേ? അപ്പോൾ എല്ലാവർക്കും പോച്ച വിശ കൈ കൊണ്ട് ബൈ.